നമസ്കാരം. വോട്ടെടുപ്പ് കഴിഞ്ഞു. കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും നാളുകൾ. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയ്ക്ക് അങ്ങനെയൊരു പേരുണ്ട്. മറ്റൊന്നുമല്ല, ജില്ല പിടിക്കുന്നവൻ സംസ്ഥാനം ഭരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റുകളിൽ ഭൂരിപക്ഷം നേടുന്ന മുന്നണിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് കഴിഞ്ഞ 4 പതിറ്റാണ്ടത്തെ ചരിത്രം. ഇത്തവണയും എങ്ങനെയാകും എന്ന് നോക്കാം. ചരിത്രം എന്തു തന്നെയായാലും കൂടുതൽ സീറ്റുകൾ നേടാൻ തന്നെയാണ് 3 മുന്നണികളുടെയും തീരുമാനം. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കഴിഞ്ഞു. വോട്ടിങ്ങിൽ അത് കാണാനും കഴിഞ്ഞു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 5 സീറ്റുകളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കാര്യം പ്രവചനങ്ങൾക്ക് അപ്പുറത്താണ്. കൂടുതൽ സീറ്റ് നേടുന്നയാൾ സംസ്ഥാനം ഭരിക്കും എന്ന ചരിത്രം മാറിമറിയാൻ ഈ ത്രികോണ മത്സരം ചിലപ്പോൾ കാരണമായേക്കാം. ത്രികോണ മത്സരം പ്രധാനമായി നടക്കുന്നത് നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ്. ഈ 5 മണ്ഡലങ്ങളിലും 3 മുന്നണികളും സമാസമം ശക്തിയുള്ളവരാണ്. അടിയൊഴുക്കുകളും ക്രോസ് വോട്ടുകളും ജാതി വോട്ടുകളും മത വോട്ടുകളുമൊക്കെ വിജയം നിർണയിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഈ 5 മണ്ഡലങ്ങളും. ഏത് തരത്തിലും വോട്ട് എങ്ങോട്ടും അറിയാം. 2001-ലും 2011-ലും കേരളം UDF ഭരിച്ചു. 2001-ൽ 10 സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് UDF നേടിയപ്പോൾ 2011-ൽ അത് 8 സീറ്റായിരുന്നു. ഭൂരിപക്ഷ സീറ്റുകൾ നേടിയവർ ഭരിച്ചു. 2005-ലും 2016-ലും 2021-ലും കേരളം ഭരിച്ചത് LDF ആണ്. അതിൽ 2005-ലും 2016-ലും 9 സീറ്റുകൾ വീതം തിരുവനന്തപുരം ജില്ലയിൽ LDF നേടി. തുടർഭരണം ലഭിച്ച 2021-ലാകട്ടെ 14-ൽ 13 സീറ്റുകളും LDF-നായിരുന്നു. കോവളം മാത്രമാണ് UDF-ന് ലഭിച്ച ഏക മണ്ഡലം. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഭൂരിപക്ഷം സീറ്റുകൾ നേടുന്ന മുന്നണി കേരളം ഭരിക്കുന്നതാണ് ചരിത്രം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമം BJP കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. അത് തൊട്ടടുത്ത ഇലക്ഷനിൽ V ശിവൻകുട്ടി അട്ടിമറിച്ചു. എന്നാൽ ആ മണ്ഡലം നിലനിർത്താൻ BJP ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ്. 3 മുന്നണിക്കും ഒരുപോലെ നിർണായകമാണ് നേമം. ഇടതുപക്ഷത്തിന് സിറ്റിംഗ് MLA-യും മന്ത്രിയുമായ ശിവൻകുട്ടി തന്നെ മത്സരിക്കുന്നു. കോൺഗ്രസിന് ശബരിനാഥനാണ് സ്ഥാനാർത്ഥി. BJP വോട്ടുകളിൽ വിള്ളലുകൾ വീഴ്ത്താൻ ശബരിനാഥന് സാധിച്ചു എന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി എന്ന് CPM LDF-ഉം കരുതുന്നു. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു നേമത്തെക്കുറിച്ച്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കഴക്കൂട്ടത്തെ സ്ഥിതി മറ്റൊന്നല്ല. 3 മുന്നണികളും അവകാശവാദം വിജയത്തിന്മേൽ ഉന്നയിച്ചു കഴിഞ്ഞു. V മുരളീധരനാണ് BJP സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിന് കടകംപള്ളി സുരേന്ദ്രനും കോൺഗ്രസിന് ശരത്ചന്ദ്ര പ്രസാദുമാണ് സ്ഥാനാർത്ഥികൾ. ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ LDF-ഉം UDF-ഉം അവകാശപ്പെടുന്നു. എന്നാൽ ശബരിമല പ്രശ്നം ഇലക്ഷന് വോട്ടായി മാറും എന്ന് തന്നെ BJP പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും കടകംപള്ളി സുരേന്ദ്രനെതിരെ അത് വോട്ടായി മാറുമെന്നും അത് BJPക്ക് ലഭിക്കുമെന്നും BJP പ്രതീക്ഷിക്കുമ്പോൾ ആ വോട്ടിലും UDF-ന് കണ്ണുണ്ട്. 3 മുന്നണികളും ചിട്ടയായ പ്രവർത്തനം നടത്തി പരമാവധി വോട്ടേഴ്സിനെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ ശ്രമിച്ചു. വോട്ടിംഗ് ശതമാനത്തിലും മുന്നിലാണ് കഴക്കൂട്ടം. തുടർച്ചയായി 2 പ്രാവശ്യം MLA ആയിരുന്ന IB സതീഷാണ് കാട്ടാക്കടത്തെ LDF സ്ഥാനാർത്ഥി. ശക്തമായ മത്സരം തന്നെയാണ് കാട്ടാക്കടയിലും നടക്കുന്നത്. ഹാട്രിക് പ്രതീക്ഷിക്കുന്ന IB സതീഷ് പൊതുസമ്മതനായ MR ബൈജുവിനോടും BJPയുടെ ശക്തനായ കൃഷ്ണദാസിനോടുമാണ് ഏറ്റുമുട്ടുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കാട്ടാക്കട. സാമുദായിക മത ചേരിതിരിവുകൾ, അടിയൊഴുക്കുകളൊക്കെ നിർണായകമായ കാട്ടാക്കടയിൽ ആര് വിജയിക്കും? K മുരളീധരനും BK പ്രശാന്തും ശ്രീലേഖയുമാണ് വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥികൾ. അതിശക്തമായ ത്രികോണ മത്സരം. K മുരളീധരൻ ജയിക്കാതിരിക്കാൻ എല്ലാ അടവുകളും BJP വയറ്റുന്നുണ്ട്. കാരണം നേമത്തെ അക്കൗണ്ട് പൊട്ടിച്ചത് K മുരളീധരനാണ്. അതുകൊണ്ട് തന്നെ K മുരളീധരൻ എവിടെ നിന്നാലും ശക്തമായി BJP അതിനെ എതിർക്കും. എന്നാൽ
ശ്രീലേഖ അവിടെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം സിറ്റിംഗ് MLA ആയ VK പ്രശാന്തും വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം VK പ്രശാന്തിനെ തോൽവിയിലേക്ക് എത്തിക്കും എന്ന് UDF പറയുമ്പോൾ 10,000-ലധികം വോട്ടുകൾ BJPയും UDFും പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് BJPക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്. 8 വാർഡുകളിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ലീഡ് ലഭിച്ച BJP ഇത്തവണ 14ഓളം വാർഡുകളിൽ ഉയർന്ന ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. BJPയിൽ കരമന ജയനാണ് സ്ഥാനാർത്ഥി. ശക്തനായ എതിരാളിയായി UDFന്റെ CP ജോണും മുന്നിലുണ്ട്. ഇടതുപക്ഷവും വൻ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന, വിജയം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളാണ് നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കോവളം, പാറശാല, വാമനപുരം, അരുവിക്കര, ആറ്റിങ്ങൽ, വർക്കല, ചിറയിൻകീഴ് എന്നിവ. ശക്തമായ ഭരണവിരുദ്ധ വികാരം UDF പ്രതീക്ഷിക്കുമ്പോൾ വികസനത്തിന്റെ ഭരണ തുടർച്ചയാണ് LDFന്റെ പ്രതീക്ഷ. മുൻകാലങ്ങളുടെ രീതി അനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ MLAമാരുള്ള മുന്നണിയായിരിക്കും കേരളം ഭരിക്കുക. കാത്തിരിക്കാൻ കുറച്ചു നാളുകൾ കൂടി മെയ് 4 വരെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.